ഡോജുൻ ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് ചെല്ലും. ഒരുപാട് നാളുകൾക്ക് ശേഷം അന്നൊരു ദിവസം എല്ലാം മറന്ന് ഉറങ്ങാൻ പറ്റിയെന്ന് പറയുന്നതന്നെ എന്തായിരുന്നു ആ ദിവസത്തെ പ്രത്യേകത എന്ന് ഡോക്ടർ ചോദിക്കും. അവളെ കണ്ടുമുട്ടിയ ദിവസമാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണമെന്ന് അവന് ആഗ്രഹം വരും. എങ്ങനെ കണ്ടുപിടിക്കണം എന്നറിയത്തില്ല, പേരൊന്നും അറിയത്തില്ല, ആരാണെന്ന് അറിയത്തില്ല. പലപ്പോഴും അവൻ വേറെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സെക്രട്ടറി കോയും ശ്രദ്ധിക്കുന്നുണ്ട്. ബിയർ പാർലറിൽ വെച്ചിട്ടാണല്ലോ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് തന്നെ വീണ്ടും അവിടെങ്ങാനും വെച്ച് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ എല്ലാ ദിവസവും അടുത്തുള്ള ബിയർ പാർലേഴ്സിലെല്ലാം പോകാനായിട്ട് തുടങ്ങും. പക്ഷെ അവളെ മാത്രം കാണാൻ പറ്റത്തില്ല. കുറച്ച് ദിവസം കഴിയും. യാദൃച്ഛികമായിട്ട് അവള് കൊടുത്ത നോട്ട് എടുത്ത് നോക്കുന്നുടനെ അതിൽ അവന്റെ സൈൻ കാണും. അന്നേരമാണ് പാർട്ടിയിൽ വെച്ച് കണ്ട പെൺകുട്ടിയും അന്ന് രാത്രിയിൽ അവൻ കണ്ട പെൺകുട്ടിയും അവൻ അന്വേഷിച്ച് നടക്കുന്നതും എല്ലാം ഒരാളാണെന്ന് ഡോജുണിന് മനസ്സിലാകുന്നത്. അവന് സന്തോഷം തോന്നും. ഡോജുൺ സെയോണിനെ കാണാനായിട്ട് വരും. സെയോണിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇതിന് മുമ്പത്തെ ദിവസം. അന്ന് അവന് വിഷ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. ഹിയോൺ കണ്ട നെക്ലേസ് സെയോണിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡോജുൺ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കിട്ടുമ്പോൾ സെയോണിന് സന്തോഷമാവും. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്ന് വേറൊരു ആവശ്യമുണ്ടെന്ന് അവൾ പറയും. എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ കൊണ്ടുവിടാമെന്ന് ഡോജുൺ അവളുടെ അടുത്ത് പറയും. അങ്ങനെയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നതും അവിടെ വെച്ചിട്ട് എല്ലാവരും കൂടി കണ്ടുമുട്ടുന്നതും. നഴ്സ് അവളുടെ അടുത്ത് വിളിച്ച് പറയുന്നത് എല്ലാവരും കേൾക്കും. അവൾ പ്രഗ്നന്റ് ആണെന്ന് അവർക്കൊക്കെ മനസ്സിലാവും. ഞാനാണോ ഇയാളുടെ കുട്ടിയുടെ അച്ഛൻ എന്ന് ഡോജുൺ ഹിയോന്റെ അടുത്ത് ചോദിക്കും. അവൾ ഫ്ലസ്റ്റേഡ് ആകുന്നത് കാണുമ്പോൾ അവൻ തന്നെയാണെന്ന് ഡോജുണിന് മനസ്സിലാവും. റെസ്പോൺസിബിലിറ്റി എടുക്കാൻ എനിക്ക് സമ്മതമാണെന്ന് അവൻ പറയുന്നുടനെ ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾ തിരിച്ചു ചോദിക്കും. നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ഡോജുൺ അവളുടെ അടുത്ത് പറയും. അവൾ അതുവരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇയാൾക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് മനസ്സിലായി. നല്ലതുപോലെ ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി, എന്നിട്ട് എന്നെ അറിയിച്ചാൽ മതി, അതിനുശേഷം നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അവന്റെ നമ്പർ ഡയൽ ചെയ്ത് കൊടുത്തിട്ടാണ് ഡോജുൺ അവിടുന്ന് പോകുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നെങ്കിലും അവനും ആകെ കൺഫ്യൂസ്ഡ് ആണ്. കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ഒരാളായിരുന്നല്ലോ. ആകെ 3 ഓപ്ഷൻസേ മുന്നിലുള്ളൂ. ഒന്നുകിൽ അവൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, അവൾ തന്നെ കുട്ടിയെ വളർത്തുക, അതല്ലെങ്കിൽ അവൻ തന്നെ കുട്ടിയെ വളർത്തുക. അത് രണ്ടും ശരിയായിട്ട് അവന് തോന്നുന്നില്ല. അപ്പൊ പിന്നെ മൂന്നാമത്തെ ചോയ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അവളെ കല്യാണം കഴിക്കാമെന്ന് മാത്രമേ ഇനി മുന്നിൽ വഴിയുള്ളൂ. ജർമ്മനിയിലേക്ക് പോകാനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ആളുടെ പേര് അനൗൺസ് ചെയ്യും. അത് ഹിയോൺ ആണ്. പതിവ് പോലെ വൈകിട്ട് ഹിയോൺ ഒരു ബിയർ പാർലറിലേക്കാണ് വരുന്നത്. കുടിക്കാൻ തുടങ്ങുന്നതന്നെയാണ് ഇനി അവൾക്കത് കുടിക്കാൻ പാടില്ല എന്ന് അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ സങ്കടത്തോടെ അവിടെ ഇരിക്കുന്നുടനെ ഡോജുന്റെ സിസ്റ്ററിലോ അവിടേക്ക് വരും. ഇയാൾക്ക് കുടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, എന്താ ഇയാൾ പ്രഗ്നന്റ് ആണോ എന്ന് ജംഗും അവളുടെ അടുത്ത് ചോദിക്കും. അവളെ സംബന്ധിച്ച് ജംഗും ഒരു ടോട്ടൽ സ്ട്രേഞ്ചർ ആണ്. എങ്ങനെ മനസ്സിലായി എന്നാണ് ഞെട്ടലോടെ അവള് തിരിച്ചു ചോദിക്കുന്നത്. ഒരാളെ ആൽക്കഹോൾ കുടിക്കാതിരിക്കണമെങ്കിൽ 2 റീസൺസേ ഉള്ളൂ. ഒന്നുകിൽ അവർ ടെർമിനലി ഇല്ലായിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് പറയും. ഹിയോണൊന്നും പറയുന്നില്ല എന്ന് കാണുമ്പോൾ ഇയാൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് തുറന്ന് സംസാരിക്കാം, ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ അടുത്ത് സംസാരിക്കുന്നത് ഇയാൾക്ക് ആശ്വാസം തരും എന്ന് പറയും. ഈ കുട്ടി പ്ലാൻഡ് അല്ലായിരുന്നു, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞാൻ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യവും എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റി. ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒളിച്ചോടുകയല്ല, പക്ഷേ എന്ത് വേണം എന്നൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഞാനാകെ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള രീതിക്ക് ഹിയോൺ പറയുമ്പോൾ ഞാനും 22ാമത്തെ വയസ്സിൽ അമ്മയായ ഒരാളാണ്. അന്ന് എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ലായിരുന്നു. ഞാൻ ആ കുട്ടിയെ വളർത്താനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അതിനുശേഷം ഞാൻ വേണ്ടാന്ന് വെച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴെന്ന് പറഞ്ഞിട്ട് രംഗം നിർത്തും. അത് റിഗ്രറ്റ് ചെയ്തോ എന്ന് ഹിയോൺ ചോദിക്കുമ്പോൾ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് രംഗും മറുപടി പറയുന്നത്. പക്ഷേ ഇയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റിക്ക് പുറകെ പോകും. ഞാനത് ചേസ് ചെയ്ത് പോകും. കാരണം നമ്മളുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഒരു കറക്റ്റ് ടൈമിംഗ് ഉണ്ട്. അതാണിപ്പോൾ ഇയാൾക്ക് വന്നേക്കുന്നത്. ഈ കുട്ടി പ്ലാൻഡ് അല്ല എന്ന് ഇയാൾ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് റിഗ്രറ്റ് തോന്നുന്നില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനിച്ച് വളരുന്ന ഒരു കുട്ടി ഹാപ്പി ആയിരിക്കും എന്ന് ഇയാൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ജംഗും അവളോട് ചോദിക്കും. ജംഗും സെക്രട്ടറി അടുത്ത് പറഞ്ഞിട്ട് ഹിയോണെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ആരാണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയായിരുന്നു. അതിനുശേഷമാണ് മീറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. പക്ഷെ അന്നേരമാണ് അവൾ പ്രഗ്നന്റ് ആണെന്ന് ജംഗുവിന് മനസ്സിലാകുന്നത്. വീട്ടിൽ വരുന്ന ഡോജുണും ചേട്ടനെ പറ്റി ഓർത്തോണ്ടിരിക്കും. അവർ നല്ല ക്ലോസ് ആയിരുന്നു. ചേട്ടനാണെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുമ്പോൾ തന്നെ കല്യാണം കഴിക്കുന്നുണ്ട്. അവർക്ക് നേരത്തെ സെയോൺ ജനിക്കുകയും ചെയ്യും. അതിനെപ്പറ്റിയൊക്കെ ഡോജുൺ ചോദിക്കുമ്പോൾ പലരും അവരുടെ ജീവിതം അവസാനിച്ചു കല്യാണത്തോടു കൂടി എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കൊരിക്കലും അങ്ങനെയല്ല. ഞാൻ ഹാപ്പിയാണ്. എൻ്റെ വൈഫും സെയോണും എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ബാലൻസ് ചെയ്യുന്ന 2 പേരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ള രീതിക്ക് ചേട്ടൻ സംസാരിക്കും. അപ്പോൾ കുറച്ച് അസൂയോടെ അപ്പോൾ ഞാനോ എന്നുള്ള രീതിക്ക് ഡോജുൺ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചേട്ടൻ അവനെ ടീസ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമത്തോടെ ഇരിക്കും അവൻ.
ഹിയോണ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടം വരെ എത്താൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്റെ സ്വപ്നമായിരുന്നു. അത് വെറുതെ വേണ്ടെന്ന് വെക്കാനായിട്ട് പറ്റത്തില്ല. എനിക്കതെങ്ങനെങ്കിലും ഇപ്രാവശ്യം അച്ചീവ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഈ സമയം ഡോജൂൺ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വീട്ടിൽ സേഫ് ആയിട്ട് എത്തിയോ എന്ന് ചോദിച്ചിട്ട്. അവൾ ആ മെസ്സേജ് കാണുന്നുണ്ട്. പേര് സേവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഏതോ നമ്പറിൽ നിന്നാണെന്ന് മനസ്സിലാവും. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയോ അതിന് റിപ്ലൈ കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഇവളെന്താണ് റിപ്ലൈ തരാത്തതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും സെയൂൺ അവനെ കാണാൻ വരും. എന്ത് വന്നാലും മാനേജർ ജാങ്ങിന് ബോയ് ഫ്രണ്ട് ഇല്ലാതിരിക്കത്തില്ലല്ലോ എന്ന് ഇവൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെന്ന് അവൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലാക്കി വെച്ചേക്കുന്നത് തന്റെ അങ്കിളാണ് മാനേജർ ജാങ്ങിന്റെ ബോയ് ഫ്രണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അവനെ കാണാനായിട്ട് വന്നിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാത്തതെന്നാണ്. അങ്ങനെയെല്ലാം അവൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചൈൽഡ് സപ്പോർട്ടിനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ് വിചാരം. പൈസ കൊടുത്തത് കൊണ്ട് മാത്രം എല്ലാം ആവത്തില്ല. റെസ്പോൺസിബിലിറ്റി എടുക്കണം. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അങ്കിൾ ഡേറ്റ് ചെയ്യാത്തതും കല്യാണം കഴിക്കാത്തതും എല്ലാം ഞാൻ കാരണമാണെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും എന്നെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. എന്റെ അങ്കിൾ ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തിലും ദേഷ്യത്തിലുമാണ് സെയോൺ അവിടുന്ന് പോകുന്നത്. രാവിലെ കമ്പനിയിലേക്ക് പോകുന്ന വഴി ഡോജൂൺ സെക്രട്ടറി കോൾ എടുത്ത് ചോദിക്കും, നമ്മളൊരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അത് അയാൾ ഇഗ്നോർ ചെയ്തു അല്ലെങ്കിൽ അതിന് റിപ്ലൈ തന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന്. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒന്നുകിൽ അവർക്ക് നമ്മളോട് എന്താ ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ല. അത് മാത്രമേ അർത്ഥമുള്ളൂ എന്നുള്ള രീതിക്ക് പറയും. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് കുറച്ച് കഴിയുന്നുണ്ടേ ഡോജൂൺ സെക്രട്ടറി അടുത്ത് പറയുന്നുണ്ടേ. അതെന്താ പെട്ടെന്ന് തീരുമാനത്തിൽ മാറ്റം വന്നതെന്ന് അയാൾ ചോദിക്കും. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടോ എന്നൊക്കെ അയാൾ ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ടേ. ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നതെന്നാണ് ഡോജൂൺ സെക്രട്ടറി അടുത്ത് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ പ്രസിഡന്റ് വന്ന് ജോയിൻ ചെയ്യുന്ന ടീം ലീഡർ ബാങ്ക് എല്ലായിടത്തും പറയും. എല്ലായിടവും ക്ലീൻ ആയിട്ട് വെക്കണം, എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഈ സമയം മുഴുവൻ ഹിയോൺ ആണെങ്കിൽ തലേദിവസം അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അവൾ ഡിസ്ട്രാക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് സെയോൺ അവളെ വിളിച്ചോണ്ട് പോവും. എന്നിട്ട് എൻ്റെ ആന്റി അവൻ പോവാണോ എന്ന് ചോദിക്കും. അവൾ അതിന് മറുപടി പറയത്തില്ല. എൻ്റെ അങ്കിള് അധികം സോഷ്യലൈസ് ചെയ്യാറില്ല, അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, ഒരു പ്രത്യേക ക്യാരക്ടറാണ്, ഡേറ്റ് ചെയ്യാനോ കല്യാണം കഴിക്കാനോ ഒന്നും താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അതിനെല്ലാം കാരണം ഞാനാണെന്ന് പറയുമ്പോഴത്തേനും ഇവൾ എന്താണ് റീസൺ എന്നുള്ള രീതിക്ക് നോക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയത്തില്ലല്ലേ, വഴി അറിഞ്ഞോളും. എന്ത് തന്നെ ആയാലും എൻ്റെ അങ്കിളിനെ നല്ല രീതിക്ക് നോക്കണം എന്നൊക്കെയാണ് സെയോൺ പറയുന്നത്. ഡേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല, കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ അങ്കിൾ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും അല്ല, അങ്കിളിന് അതിനൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ അങ്കിള് പാവമാണെന്നൊക്കെ സെയോൺ അവളുടെ അടുത്ത് പറയും. റെസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഹിയോൺ കാണുന്നത് അങ്ങോട്ടേക്ക് വരുന്ന ഡോജൂണിനെയും സെക്രട്ടറിയാണ്. നോക്കുമ്പോൾ മേലിൽ നിന്ന് ടീം ലീഡർ ബാങ്ക് മാനേജർ നായും വരുന്നുണ്ട്. അവളെ അന്വേഷിച്ച് ഡോജൂൺ വന്നു എന്നാണ് അവൾ വിചാരിക്കുന്നത്. ഓഫീസിലുള്ളവർ കാണുകയും അറിയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് അടുത്തേക്ക് എത്തുമ്പോൾ സെക്രട്ടറി അറിയാതെ അവള് ഡോജൂണിനെ പിടിച്ച് ഒരു റൂമിലേക്ക് കയറും. അവളെ കുറിച്ച് അന്വേഷിച്ച് ഓഫീസൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വന്നതാണെന്നാണ് ഹിയോൺ വിചാരിക്കുന്നത്. ഇയാൾ എന്ത് തീരുമാനിച്ചു, കുട്ടിയെ വളർത്താനായിട്ട് തീരുമാനിച്ചോ എന്ന് അവൻ ചോദിക്കുമ്പോൾ പേര് പോലും അറിയാത്ത ഒരാളുടെ കുട്ടിയെ വളർത്തുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. എൻ്റെ പേര് ഡോജൂൺ ആണെന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തും. ഇയാള് കുട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ വർഷം തന്നെ കല്യാണം നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് അവൻ പറയും. ഇയാൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്, ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് അവൾ ഉടനെ പറയും. എന്നാൽ ഇയാൾ നല്ലോണം ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് എന്നെ അറിയിച്ചാൽ മതി എന്ന് അവൻ പറയും. ഈ സമയത്ത് ടീം ലീഡർ ബാങ്ങും മാനേജർ നായും പുറത്ത് വന്നിട്ട് തട്ടും. മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ റൂം ബുക്ക് ചെയ്യാൻ ടീം ലീഡർ മാനേജറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തുറക്കാൻ നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. വേറെ ആരെങ്കിലും അകത്തുണ്ടോ എന്നൊക്കെ ഇവർ പുറത്ത് നിന്ന് വിളിച്ച് ചോദിക്കും. മിണ്ടാതിരിക്കാൻ എന്നോട് കാണിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമോ എന്ന് അവൾ ചോദിക്കും. എന്തിനാണ് നമ്മൾ ഒളിക്കുന്നത്, വാതിൽ എന്ന് തുറന്നിട്ട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെന്ന് ചോദിക്കുന്നതന്നെ നമ്മളെ രണ്ടുപേരും കൂടി ഒന്നിച്ച് കാണുവാണെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും, അത് പറ്റത്തില്ല എന്ന് ഹിയോൺ പറയും. അവൻ ഫോൺ നോക്കുമ്പോൾ ഫോൺ എടുത്തിട്ടില്ല. എന്നെ ഒന്ന് വിളിക്കാനായിട്ട് അവളുടെ അടുത്ത് പറയും. ഇയാളുടെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് ഉടനെ അവൾ മറുപടി പറയുന്നത്. അതുകൊണ്ടാണ് അവൾ റിപ്ലൈ അയക്കാത്തതെന്ന് അവന് മനസ്സിലാവും. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അവർ ഭാഗത്തേക്ക് വരുമെന്ന് ഇവൾ വീണ്ടും പറയുന്നുണ്ടേ ഇവൻ ചെന്നങ്ങ് വാതിൽ തുറക്കും. ഇവനെ കാണുന്നുണ്ടേ പ്രസിഡന്റ് എന്താ ഇവിടെയെന്ന് ചോദിച്ചിട്ട് ടീം ലീഡർ ബാങ്ക് അവനെ വിഷ് ചെയ്യും. അന്നേരമാണ് പുതിയ പ്രസിഡന്റ് അവനാണെന്ന് ഹിയോണ് മനസ്സിലാവുന്നത്. അവളൊരു ഞെട്ടലോടെയാണ് അവനെ നോക്കുന്നത്. ഞാൻ നേരത്തെ ഇൻസ്പെക്ഷൻ വന്നതാണ്, എന്താ എനിക്ക് വരാൻ പാടില്ല എന്നുള്ള രീതിക്ക് അവൻ തിരിച്ചു ചോദിക്കും. അവരവളെ സംശയത്തോടെ നോക്കുന്ന കാണുമ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി, ഇയാളുടെ കയ്യിൽ നിന്നാണ് ഫോൺ വാങ്ങി വിളിച്ചതെന്ന് അവൻ പറയും. അന്നേരമാണ് സെക്രട്ടറി ഡോജൂണിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞത് അവരെല്ലാം വിശ്വസിക്കും. സെക്രട്ടറി ആണെങ്കിൽ മാനേജർ ബാങ്കിനെ നോട്ടം ഇടുന്നുണ്ട്. ഇയാളുടെ ഫോണിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അറിയാൻ വയ്യാത്ത നമ്പറിൽ നിന്നാണെങ്കിലും മെസ്സേജ് വന്നാൽ റിപ്ലൈ കൊടുക്കുകയും കോൾ വന്നാൽ അറ്റൻഡ് ചെയ്യുകയും വേണമെന്ന്
ഹിയോന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഡോജുൻ പോകുന്നത്. ആ കുട്ടി നമ്മളുടെ കമ്പനിയിലാണെന്ന് എന്താ പറയാഞ്ഞതെന്നൊക്കെ സെക്രട്ടറി ചോദിക്കും. അവൾ പ്രഗ്നന്റ് ആണെന്ന് ഡോജുൻ പറയും. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നാണ് സെക്രട്ടറിക്ക് അറിയേണ്ടത്. ഡോജുൻ എന്തോ ആലോചനയിലാണെന്ന് അയാൾക്ക് മനസ്സിലാവും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സെയോണെ വളർത്തിയത് ഞാൻ കണ്ടതാണ്. എന്റെ ചേച്ചിയുടെ കുട്ടികൾക്ക് ഒരു ദിവസം ആവശ്യം വന്നപ്പോൾ എത്ര നന്നായിട്ടാണ് നീ അവരെ നോക്കിയെന്ന് എനിക്കറിയാം. നീ നല്ലൊരു ഹസ്ബൻഡും അച്ഛനും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവന് ധൈര്യം കൊടുക്കുന്ന രീതിക്കാണ് സെക്രട്ടറി അവനോട് സംസാരിക്കുന്നത്. ഡോജുൻ കമ്പനിയുടെ പ്രസിഡന്റ് ആണെന്ന് മീറാനുമായിട്ട് ഹിയോൺ ഷെയർ ചെയ്യും. പിന്നെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എന്നെ പറ്റിച്ച കൂട്ട് വേറെ എത്ര പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ടാവും എന്നാണ് അവള് ചോദിക്കുന്നത്. അത് ശരിയാണ്, അയാളുടെ ലുക്കൊക്കെ വെച്ചിട്ട് പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ടെന്നാണ് മീറാൻ പറയും. എനിക്ക് ജർമ്മനി പോകാനായിട്ടുള്ള ചാൻസ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആണെന്ന് അവൾ പറയും. നിന്റെ എത്രയോ കാലത്തെ സ്വപ്നമാണത്, അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് പൊക്കോളൂ, ബാക്കിയൊക്കെ നീ പിന്നീട് ആലോചിച്ചാൽ മതി എന്നാണ് മിറാൻ അവളുടെ അടുത്ത് പറയുന്നത്. അടുത്ത ദിവസം അമ്മയുടെ ബർത്ത്ഡേ ആണ്. കേക്കൊക്കെ വാങ്ങി അവൾ അമ്മയെ കാണാനായിട്ട് വരും. അവളെ പ്രഗ്നന്റ് ആയിരുന്നതുകൊണ്ടാണ് അമ്മയും അച്ഛനും തമ്മിൽ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതിന്റെ എല്ലാം കാരണക്കാരി അവളാണെന്നുള്ള രീതിക്കാണ് ചെറുതിലെ മുതൽ അവളെ അമ്മ ട്രീറ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മ അവളുടെ അടുത്ത് നേരെ സംസാരിക്കുന്ന പോലുമില്ല. നിങ്ങൾ എന്തിനാണ് എന്നോട് ഇപ്പോഴും ദേഷ്യം കാണിക്കുന്നത്? എന്നെ വളർത്താമെന്ന് നിങ്ങളെടുത്ത തീരുമാനമാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആ ദേഷ്യം മുഴുവൻ എല്ലാ കാലവും എന്നോട് എന്തിനാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ അവൾ അമ്മയോട് ചോദിക്കും. നീ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി പോയതെന്ന് തന്നെയാണ് അമ്മ അവളോട് തിരിച്ചു പറയുന്നത്. നിങ്ങൾ എൻ്റെ അമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണാനായിട്ട് വന്നത്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അവൾ അമ്മയോട് പറയും. നീ ആ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ തീരുമാനിച്ചോ എന്ന് അവൾ പറയുന്നുണ്ട്. അമ്മ അവളോട് ദേഷ്യപ്പെടും. നിന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ജർമ്മനിയിൽ പോവുക എന്നുള്ളത്. അത് വേണ്ടാന്ന് വെച്ചിട്ട് നീ ആ കുട്ടിയെ വളർത്താനായിട്ട് പോവുകയാണ്. എന്നെ പോലെ ആകത്തില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എന്തെങ്കിലുമൊക്കെ നീ ആ കുട്ടിയെ കുറ്റം പറയും, നോക്കിക്കോ എന്നാണ് അമ്മ അവളോട് പറയുന്നത്. അവള് ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരു പാർക്ക് വഴിയാണ് പോകുന്നത്. കുറെ അമ്മമാർ കുട്ടികളുടെ കൂടെ അവിടെ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിക്കും. എല്ലാവരും ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്, അവരൊക്കെ എക്സോസ്റ്റഡ് ആണ്. എങ്കിലും കൊച്ചുകുട്ടികളായതുകൊണ്ട് എത്ര എക്സോസ്റ്റഡ് ആണെങ്കിലും അവരുടെ കാര്യങ്ങൾ അവരെല്ലാം ചെയ്തു കൊടുത്തേ മതിയാവൂന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ അവിടുന്ന് ഡോക്ടറിനെ കാണാനായിട്ടാണ് വരുന്നത്. പണ്ട് അവൾക്കൊരു സിസ്റ്റർ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് പ്രഗ്നന്റ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു മിറക്കിളാണ്, നല്ലതുപോലെ സൂക്ഷിക്കണം. ഇതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടി ഇയാൾക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടെന്ന് ഡോക്ടർ അവളോട് പറയും. പക്ഷെ വരുന്ന വഴി കണ്ട കാഴ്ചകളും അമ്മ പറഞ്ഞ കാര്യങ്ങളും അവള് ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച കാര്യങ്ങളും എല്ലാം ഓർത്തു കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ഈ കുട്ടിയെ വേണ്ടാന്നാണ് അവൾ ഡോക്ടറെ അടുത്ത് പറയുന്നത്. ഇപ്പോൾ ഇയാൾ ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവളെ അവിടുന്ന് പറഞ്ഞു വിടും. വിഷമിച്ച് വീട്ടിലേക്ക് വരുന്ന ഹിയോൺ കാണുന്നത് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മിനൂക്കിനെയാണ്. അവളെ കാണുമ്പോൾ തന്നെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അവന് മനസ്സിലാവും. മിനൂക്കിനെ കാണുമ്പോൾ അവൾ പൊട്ടിക്കരയും. കാര്യങ്ങളൊക്കെ അവള് മിനൂക്കിന്റെ അടുത്ത് ഷെയർ ചെയ്യും. ഇതെങ്ങനെയാണ് സംഭവിച്ചത്, ആരാണെന്ന് നിനക്കറിയാമോ, അയാളുടെ ഫോൺ നമ്പർ താ, ഞാൻ വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ അവൻ പറയുമ്പോൾ ആന്ധ്രയാണ് എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നുള്ള രീതിക്ക് അവൾ പറയും. എൻ്റെ അടുത്ത് നിന്ന് ഇയാളും കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇയാളും മിറാനും കൂടി ഡേറ്റ് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാണ് എന്നോട് പറയാഞ്ഞത്, കഴിഞ്ഞ ദിവസം സംഭവിച്ചതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും അത് അങ്ങനെയല്ല, നീ കണ്ടത് തെറ്റിദ്ധരിച്ചാണെന്ന് അവൻ പറയും. ശരിക്കും മിറാന് ഇവൻ പ്രിപ്പയർ ചെയ്യുന്ന ഓംലെറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചതുകൊണ്ട് അവനതും കൊണ്ട് വരുന്നതാണ്. ടീം ഡിന്നറിന് പോയിട്ട് ഇവനെ കാണാൻ വേണ്ടിയിട്ട് അത് പകുതിക്ക് വെച്ച് കളഞ്ഞ് മിറാനും വരും. ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവനിത് കൊടുക്കുമ്പോഴത്തേക്കിനും അവൾ അവനെ കിസ് ചെയ്യുന്നതാണ്. ഇവൻ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു മാറ്റുന്നുണ്ട്. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്ന് മിറാൻ ചോദിക്കുന്നുണ്ടെങ്കിലും മിനൂക്ക് അവളെ റിജക്ട് ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ഹിയോണിന് സന്തോഷമാവും. ഇവർ രണ്ടും കൂടി ഒന്നിച്ച് സംസാരിച്ചുകൊണ്ട് വരുന്നത് അവളെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്ന ഡോജുൻ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് ഏത് സമയത്തായാലും എന്നെ വിളിക്കണമെന്ന് മിനൂക്ക് അവളുടെ അടുത്ത് പറയും. എന്നിട്ട് കൊണ്ടുവന്ന ഫുഡ് അവൾക്ക് കൊടുക്കും. അതിനുശേഷമാണ് യാത്ര പറഞ്ഞു പോകുന്നത്. അന്നേരം നിങ്ങൾ രണ്ടുപേരും കൂടി ഡേറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് ഡോജുൻ അവളുടെ അടുത്തേക്ക് ചെല്ലും. ഞങ്ങൾ ഡേറ്റ് ചെയ്യൊന്നുമല്ല, അതെന്റെ ഫ്രണ്ട് ആണെന്ന് അവൾ മറുപടി പറയും. നിങ്ങളുടെ ഇന്ററാക്ഷൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നിയെന്നാണ് ഡോജുൻ ഉണ്ടെ പറയുന്നത്. എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കും. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല എന്നാണ് അവൾ പറയുന്നത്. ഇയാളെ വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ആ കുട്ടിയെടുത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് എന്റെ പാർട്ട് ഞാൻ ചെയ്യും. എന്നെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ് ഡീൽ പോലെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇയാളെ ആരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല എന്നുള്ള രീതിക്ക് സംസാരിച്ചിട്ടാണ് അവൻ പോകുന്നത്. മിനൂക്ക് ആകെ ഷോക്കിലാണ്. ഹിയോൺ പ്രഗ്നന്റ് ആണെന്ന് അവന് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം അവളുടെ അതേ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ചെന്നതും
മിഡിൽ സ്കൂൾ മുതൽ നമ്മൾ ഒന്നിച്ചാണല്ലോ, നമ്മൾ തമ്മിൽ വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ അവളുടെ അടുത്ത് സംസാരിച്ചതൊക്കെ അവൻ ഓർക്കും. അതുകൊണ്ട് എന്താ, എനിക്കത് ഇഷ്ടമാണ്, ലൈഫ് ലോങ് നമുക്ക് ഒന്നിച്ച് കാണാലോ എന്നുള്ള രീതിക്കാണ് അന്ന് ഹിയോൺ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അതൊക്കെ ആലോചിച്ച് സങ്കടത്തോടെയാണ് മിനു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. പിറ്റേ ദിവസം എല്ലാവരും ഓഫീസിലേക്ക് വരുമ്പോൾ രാവിലെ തന്നെ മെസ്സേജ് വരും, ഒരു വലിയ എമൗണ്ട് ബോണസ് ആയിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് കണ്ട് സന്തോഷിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് പുതിയ പ്രസിഡന്റ് അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരും മെസ്മറൈസ്ഡ് ആയിട്ട് അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. എല്ലാവരും കൂടി ലിഫ്റ്റിൽ കയറി പോകാനായിട്ട് തുടങ്ങുന്നതുകൊണ്ടാണ് ഹിയോൺ അവിടേക്ക് വരുന്നത്, ഒരാളും കൂടി ഉണ്ടേ എന്ന് പറഞ്ഞിട്ട്. നോക്കുമ്പോൾ ഡോജൂൺ നിൽക്കുന്നു. അവള് കയറാതെ നിൽക്കും. ഇയാൾ കയറുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കും. ഇല്ല, ഞാൻ അടുത്ത ലിഫ്റ്റിന് പൊക്കോളാം എന്നവള് പറയുന്നുണ്ടെ തന്നെ അവൻ ഡോർ ക്ലോസ് ചെയ്യും. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആവശ്യമുള്ള ഫയൽസ് എല്ലാം വരുത്തി കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കും ഡോജൂൺ. അവരുടെ ഗോഡൌണും പ്രൊഡക്ഷൻ യൂണിറ്റും എല്ലാം നേരിട്ട് ചെന്ന് വിസിറ്റ് ചെയ്യുകയും ചെയ്യും. ഡോജൂൺ ഒരു മീറ്റിംഗ് വിളിക്കും. ടീം ലീഡർ ബാങ് ആണ് കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. അവരോട് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവൻ ഹെയോണിനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ബോണസ് കിട്ടിയോ എന്ന് ചോദിക്കും. എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അവനോട് താങ്ക്സ് ഒക്കെ പറയുന്നത്. പക്ഷേ കുറച്ചും കൂടി ജോലി ചെയ്യണം എന്നുള്ള രീതിക്ക് അവൻ തിരിച്ചു പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ടീം ലീഡർ ബാങ്കിന് മനസ്സിലാവും. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനൊരു നീണ്ട ലിസ്റ്റാണ് പറയുന്നത്. അതെല്ലാം റെഡിയാക്കാമെന്ന് അവർ ഉറപ്പ് കൊടുക്കും. ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ടീമിൽ നിന്ന് ആരെങ്കിലും ആണോ സെലക്ട് ചെയ്തതെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ടെ ഹിയോണെയാണ് സെലക്ട് ചെയ്തേക്കുന്നതെന്ന് ടീം ലീഡർ ബാങ്ക് പറയും. ഇയാൾക്ക് ഇവിടെ തന്നെ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളില്ലേ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ജർമ്മനിയിലേക്ക് പോയാൽ അങ്ങനെ ശരിയാവും, എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവൻ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഹിയോണ് ദേഷ്യം വരും. മീറ്റിംഗിനിടയിൽ ഇയാൾ എന്തിനാണ് അർത്ഥം വെച്ച് എന്നോട് സംസാരിച്ചതെന്നുള്ള രീതിക്ക് ചോദിച്ചുകൊണ്ട് ഹിയോൺ ഡോജൂണിനെ കാണാനായിട്ട് വരും. ഇവിടെ വെച്ചിട്ട് നമ്മൾ പരിചയമുണ്ടെന്ന് കാണിക്കരുതെന്നല്ലേ ഇയാൾ പറഞ്ഞത്, അതുകൊണ്ടാണ് രാവിലെ ഞാൻ ലിഫ്റ്റ് ക്ലോസ് ചെയ്തത്. പിന്നെ ഇപ്പൊ ഞാൻ ചോദിച്ചത് എനിക്ക് അവസരം കിട്ടി, അതുകൊണ്ട് ചോദിച്ചു. എന്തായാലും എന്നെ കാണാൻ വന്ന സ്ഥിതിക്ക് എന്താണ് തീരുമാനം എന്ന് അവൻ വീണ്ടും ചോദിക്കും. ആലോചിച്ചില്ലെന്ന് തന്നെയാണ് അവൾ മറുപടി പറയുന്നത്. ഞാൻ ആരെ ഇഷ്ടപ്പെട്ടാലും ഇയാൾക്ക് കുഴപ്പമില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്. ഇയാള് കല്യാണമൊക്കെ ബിസിനസ് പോലെ കാണുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കല്യാണം കഴിച്ചാലും അങ്ങനെ ഒരാളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് ഹിയോൺ അവനടുത്ത് പറയും. അങ്ങനെയാണെങ്കിൽ ശരി, ഇയാളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നമുക്കിത് പ്രോപ്പറായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ആഴ്ചയിൽ 3 ദിവസം നിർബന്ധമായിട്ടും ഇയാൾ എന്നെ മീറ്റ് ചെയ്തിരിക്കണം. നമുക്ക് പരസ്പരം ഇഷ്ടപ്പെടുമോ എന്ന് നോക്കാമെന്ന് അവൻ ഹിയോണിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യും.